വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ചക്രതീർത്ഥം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രക്കുളവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും താവളമായി മാറിക്കഴിഞ്ഞു. കുളത്തിന്റെ പരിസരമാകവേ ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. മൂക്കുപൊത്താതെ നടക്കാനാവാത്ത അവസ്ഥ. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന സഞ്ചാരികളും തൊഴിലാളികളും കുളത്തിന്റെ കൽപ്പടവുകളിൽ ഇരുന്നാണ് മദ്യപിക്കുന്നത്. മദ്യപാനത്തിന് ശേഷം കുപ്പികൾ കുളത്തിലേക്ക് വലിച്ചെറിയുന്നു. കുളത്തിന്റെ പരിസരമാകെ മനുഷ്യ വിസർജ്യങ്ങൾ. വേനൽ കടുത്തതോടെ സമീപവാസികൾ കുളിക്കാനും നനയ്ക്കാനുമൊക്കെ ഈ കുളത്തെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരാനാവാത്ത അവസ്ഥ. രാത്രികാലത്ത് കുളത്തിന് ചുറ്റും മതിയായ വെളിച്ചമില്ല. ഇത് സാമൂഹ്യ വിരുദ്ധർക്ക് ഏറെ തുണയാകുന്നു. ദേവസ്വം ബോർഡ് ഇതൊന്നും കണ്ടമട്ടില്ല. കാണിക്കയിൽ മാത്രമാണ് കണ്ണ്. വെള്ളത്തിൻ്റെ ഇത്രയും ക്ഷാമമുള്ള സമയത്ത് ഈ കുളത്തിനെ ആശ്രയിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അത് ഭക്തജനങ്ങളായാലും മറ്റുള്ള ടൂറിസ്റ്റുകളായാലും എല്ലാവരും ഈ കുളത്തിനാണ് ആശ്രയിച്ച് പോകുന്നത്. പക്ഷേ ആ കുളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. കാരണം ഒരു വൃത്തിശൂന്യമായ രീതിയിലാണ് വർക്കല കുളത്തിന് വളരെ മോശമായ രീതി. അത് ഭാരതം അറിയുന്ന ഒരു ക്ഷേത്രമാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ കുളത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു വൃത്തിഹീനമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തതിന് ഇവിടുത്തെ ദേവസ്വം ബോർഡിനും ഉപദേശസമിതിക്കും എല്ലാവർക്കും പങ്കുണ്ട്. മാലിന്യമുക്ത മുനിസിപ്പാലിറ്റി എന്ന ലെവലിൽ വർക്കല മുനിസിപ്പാലിറ്റി അംഗീകരിക്കപ്പെട്ടതാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് മൂക്കിൻ്റെ താഴിലാണ് ഈ വൃത്തിയിട്ട രീതിയിലുള്ള ഇത്രയും മാലിന്യങ്ങൾ കടന്ന് കൂമ്പാരടിക്കുകയും ഒന്ന് വൃത്തിയാക്കാനോ ഒന്നും ആരില്ലാത്തത്. ഇതിനെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് പൊതുപ്രവർത്തന നിലയിൽ പറയാനുള്ളത്. ചക്രതീർത്ഥത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ദേശവാസികളുടെ ആവശ്യം.